അഫാന്റെ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടർച്ചയായി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അഫാന്റെ വിഷയം ചർച്ച ചെയ്യേണ്ടതല്ലേ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പലരും ഈ അഫാൻ വിഷയം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഇത് പറയല്ലേ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത്രയും എന്താ പറയുക, ഒരു നിഷ്ഠൂരമായ, അതും സ്വന്തം കുടുംബത്തിലെ ആളുകളെ തന്നെ ഇങ്ങനെ പല ന്യായീകരണങ്ങൾ പറയുന്ന പല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊക്കെ സംശയം തോന്നും, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇത് ഈ പറയുന്ന കാര്യം തന്നെയാണോ? ഈ സാമ്പത്തിക പ്രശ്നം തന്നെയാണോ? സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ തന്നെ ഇവരെയൊക്കെ അത് മാറിയോ? ഇനി ഇതൊക്കെ പോകട്ടെ, മരിക്കാനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ തീരുമാനം. ഒരു പക്ഷേ ഈ സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരെയും മരിക്കാനാണല്ലോ നമ്മൾ തീരുമാനിക്കുക. എല്ലാവരെയും സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങുക ചെയ്യുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നം മാറുമോ? ഒന്നും അറിയുന്നില്ല. എന്തായാലും അഫാനുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ വിവരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കേസന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് പുതിയ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്, പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരം എന്താണ് അഫാനുമായി ബന്ധപ്പെട്ട്? അഫാൻ വിഷയം സംസാരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അവരെ നമ്മളെ അനാവശ്യം പറയും, പറഞ്ഞത് തന്നെയല്ലേ ഇത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില രംഗത്തെത്താറുണ്ട് കമൻറ്റ് ബോക്സിലൂടെ. ആ മറുപടി കൊടുക്കാൻ നമുക്ക് സമയമില്ല എന്നുള്ളത്. പക്ഷേ ആ കുറിച്ച് പറയാതെ പോകുന്നതും ശരിയല്ലല്ലോ. കാരണം കൊടും ക്രൂരത കാണിച്ച ഒരു നിഷ്ഠൂര ജീവിയായ അഫാൻ എന്ന് പറയുന്നവൻ്റെ പേര് പറയുമ്പോൾ അഫാൻ അഫാൻ എന്ന് നിങ്ങൾ എപ്പോഴും എടുത്തു പറയേണ്ടതിൻ്റെ കാര്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. പിന്നെ അഫാനെ അഫാൻ എന്നല്ലാതെ ദയാനന്ദ സരസ്വതി എന്ന് വിളിക്കാൻ കഴിയുമോ? ഇത്രയും കൊടും ക്രൂരത കാണിച്ചവനെ അഫാൻ എന്ന് പോലും അല്ല വിളിക്കേണ്ടത്. മാന്യത കൊണ്ട് നമ്മളൊരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ അത്രയും മാന്യതയിൽ നിലനിർത്തിയാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലല്ല സംസാരങ്ങൾ സംസാരിക്കേണ്ടത്. പിന്നെ മോശം കമൻ്റ് ഇടുന്ന ഒന്നും പറയാനില്ല, അതൊക്കെ നിയമപരമായി അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ. എന്തായാലും അഫാൻ്റെ വിഷയത്തിലേക്ക് കടന്നാൽ അഫാൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അഫാനെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒത്തുകൂടുകയാണ്. പക്ഷേ പാർത്തൻ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, നമ്മുടെയൊക്കെ നാട്ടിൽ എവിടെയെങ്കിലും പിന്നെ ഈ തെളിവെടുപ്പിന് വലിയ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്കറിയാം, ഈ ഗ്രീഷ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സ്ഥിരം ഗ്രീഷ്മയെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഗ്രീഷ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മയെ തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്ത് ആളുകൾ ഗ്രീഷ്മയ്ക്കെതിരെ അലറി വിളിക്കുന്നു, കൂകുന്നു, ഇവളെ വെറുതെ വിടരുതെന്ന് പറയുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, വിമർശനങ്ങളൊക്കെ ഗ്രീഷ്മയ്ക്ക് ഉണ്ടാവുന്നത് കണ്ട് ഇവിടെ അഫാനെ തെളിവെടുപ്പിനായി കൊണ്ടുവരുമ്പോൾ ക്യാമറകൾ ചലിക്കുന്നതല്ലാതെ ഒരാൾ പോലും ഒരു ശബ്ദം ഉണ്ടാക്കുന്നതോ അപഹസിക്കുന്നതോ പരിഹസിക്കുന്നതോ കാണുന്നില്ല. ഇനി അഫാനെ ഭയന്നാണോ ഇവരാരും മിണ്ടാത്തത്? ഇനി അവൻ ജയിൽ ചാടി ഇതുപോലെ ചുറ്റികയും കൊണ്ടുവന്ന് ഞങ്ങളെയൊക്കെ അടിച്ചു കൊല്ലുമോ എന്ന ഭയം ആണോ എന്നറിയില്ല. എന്തായാലും അത്തരത്തിലൊരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ മൗനം പാലിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ അച്ഛൻ്റെ സഹോദരൻ ലത്തീഫ് എന്ന് പറയുന്ന പ്രായമായ മനുഷ്യൻ, അച്ഛൻ്റെ സഹോദരൻ, അദ്ദേഹത്തെ കൊന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് 80,000 രൂപ അദ്ദേഹം കടം കൊടുത്തിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നിട്ട് ഇദ്ദേഹം ചോദിക്കും, മര്യാദയ്ക്ക് ഞാൻ തന്ന പണം തിരികെ തന്നോ, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ അദ്ദേഹം ചെറിയ ഭീഷണി സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് വല്ലാത്ത രീതിയിലുള്ള പകയ്ക്കിടയാക്കി. അത് ഇടയാക്കിയതിൻ്റെ കാരണം ഉമ്മ എപ്പോഴും ഇരുന്ന് പറയും, ലത്തീഫ് നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല, ലത്തീഫ് പണം ചോദിച്ചുകൊണ്ട് കയറി വരുന്നു, ലത്തീഫ് വളരെ മോശമായി സംസാരിക്കുന്നു, അച്ഛൻ്റെ സഹോദരനാണ്, അച്ഛൻ്റെ ബാപ്പ റഹീമിൻ്റെ സഹോദരനാണ് ഈ ലത്തീഫ്, അപ്പോൾ വളരെ മോശമായി സംസാരിക്കുന്നു എന്നൊക്കെ ഷെമി ഇടയ്ക്കിടയ്ക്ക് അഫാനോട് പറയും. ഇത് അഫാൻ്റെ മനസ്സിൽ വല്ലാത്ത പകയുണ്ടാക്കി. അങ്ങനെയാണ് ഫെബ്രുവരി 24-ന് ഉമ്മുമ്മായെ കൊന്നതിന് ശേഷം നേരെ ലത്തീഫിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ലത്തീഫിൻ്റെ വീട്ടിലേക്ക് പോയി ലത്തീഫുമായി സംസാരിച്ച് ലത്തീഫിനെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലത്തീഫിൻ്റെ മൊബൈൽ ഫോൺ വരുന്നു. ഇത് ഇയാളെ വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ഇയാൾ അപ്പോൾ തന്നെ ആ ഫോൺ വലിച്ചെറിയുകയാണ്. പിന്നീട് ലത്തീഫിൻ്റെ ഭാര്യ സജിതയെ, ഈ ബഹളം കേട്ടുവരുന്ന സജിതയെ പുറകിൽ നിന്ന് അടിച്ച് വീഴ്ത്തിക്കൊല്ലുകയാണ്. എന്തിനാണ് സജിതയെ കൊന്നത് എന്ന് ചോദിച്ചപ്പോൾ ലത്തീഫിനെ താൻ കൊന്ന കാര്യം സജിത പുറത്തു പറയും എന്ന ഭയത്താലാണ് സജിതയെ കൊന്നത് എന്ന് പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ എല്ലാവരെയും കൊന്നിട്ട് മരിക്കാൻ തയ്യാറായിരുന്ന അഫാൻ എന്തിനാണ് ഭയക്കുന്നത്? എന്തിനാണ് ലത്തീഫിനെ കൊന്നത് സജിത പുറത്തു പറയുമെന്ന് ഭയക്കുന്നത് എന്തിനാണ്? അപ്പം അത് അവിടെ തന്നെ വലിയൊരു കള്ളം പൊളിയുകയാണ്. മറ്റൊന്ന്, ഈ 3 വർഷം മുമ്പാണ്
ഈ 2021 ശേഷമാണ് ഈ 65 ലക്ഷം രൂപയുടെ കടം, 3 വർഷം കൊണ്ടാണ് ഈ 65 ലക്ഷം രൂപയുടെ കടം ഇവർക്കുണ്ടായത്. ഇത് ബാപ്പയ്ക്ക് അറിയില്ല. ഇപ്പോൾ ഉമ്മ ഷെമിക്ക് പലിശ ഈ ചിട്ടി ഉണ്ടായിരുന്നു, ആ ചിട്ടി പൊളിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അത് പലരിൽ നിന്ന് കടം വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചിട്ടി വെച്ചിട്ട് ഇത്രയും രൂപയുടെ കടം എങ്ങനെയുണ്ട്? അപ്പോൾ ഇവർ വെച്ച ചിട്ടി എത്ര രൂപയുടേതാണ്? ആർഭാട ജീവിതം, അതായത് അച്ഛൻ 7 വർഷത്തോളം സൗദിയിലാണ്, അദ്ദേഹത്തിന് ട്രാവൽ ബാൻ ഉള്ളത് കൊണ്ട് വരാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം നിരന്തരം വീടുമായി സംസാരിക്കുകയും വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പോലും 15 ലക്ഷം രൂപയുടെ കടബാധ്യത മാത്രമേ അറിയാവുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ 65 ലക്ഷം രൂപ കടബാധ്യത വന്നത്? അമ്മയുടെയും മകൻ്റെയും ആർഭാടമായ ജീവിതമാണ് ഈ കടത്ത് ബാധ്യത ഒക്കെ കാരണം. 65 ലക്ഷം രൂപ കടം വരാനുള്ള കാരണം ഈ ഷെമിയുടെയും മകനായ അഫാന്റെയും ആർഭാട ജീവിതമാണെന്ന് ഉമ്മുമ്മ എപ്പോഴും വന്നിരുന്ന് പരാതിയായി പറയാറുണ്ട്. ഇത് തന്നെയാണ് ലത്തീഫും വന്നിരുന്ന് പരാതിയായി പറയുന്നത്. ഒരുപാട് പേരിൽ നിന്ന് വീടിൻ്റെ ആധാരവും സ്വർണ്ണാഭരണങ്ങളും ഇവർ വാങ്ങി പണയം വയ്ക്കുകയും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്ലാനിങ് എന്ന് പറയുന്നത്, അഫാൻ പറയുന്നത്, അമ്മയും ഞാനും കൂടി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് നിരന്തരം വാക്ക് തർക്കത്തിൽ ഏർപ്പെടുമായിരുന്നു. എങ്ങനെയാണ് ഇത്രയും കടം വന്നത് എന്ന് പറയുമ്പോൾ ഉമ്മ പറയും, നിന്റെ ആർഭാട ജീവിതത്തിനാണ്, അല്ലെങ്കിൽ നിന്റെ ആർഭാടമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പണമൊക്കെ ഞാൻ കടം വാങ്ങിയത് എന്ന് ഉമ്മ പറയും. ഈ ഫെബ്രുവരി 24-ാം തീയതി രാവിലെ ഉമ്മയുമായി അത്തരത്തിൽ ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടായി. അപ്പോൾ ഉമ്മയ്ക്ക് എങ്ങനെയാണ് ഈ കടം വന്നത് എന്നുള്ള ചോദ്യം അഫാൻ ഉമ്മയോട് ചോദിക്കുന്നു. അപ്പോൾ നിനക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത്രയും കടം വന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. അത് വലിയ വഴക്കിലേക്ക് എത്തുന്നു. പിന്നീട് ഉമ്മ പറയുന്നു, നമുക്ക് മരിക്കാം, ഇനി ഈ കടവുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഉമ്മ ആദ്യം വെക്കോളൂ, പിന്നാലെ ഞാനും അനിയനും വരാം എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ഉമ്മയെ ഈ ഷോൾ കൊണ്ട് കഴുത്തിൽ കെട്ടി ഈ ആത്മഹത്യക്ക് അല്ലെങ്കിൽ ഈ മരണത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഷെമി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഷെമി ആരിൽ നിന്ന് ഈ ചിട്ടി തുടങ്ങിയത് എത്ര രൂപയ്ക്കാണ്, ആരിൽ നിന്നൊക്കെയാണ് ചിട്ടിയുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയിരുന്നത്, ചിട്ടി പൊളിഞ്ഞോ, അങ്ങനെയാണെങ്കിൽ പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നത് ആരിൽ നിന്നാണ്, എങ്ങനെയാണ് ഇത്രയും കടബാധ്യതകൾക്ക് വന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഷെമിയിൽ നിന്ന് ചോദിച്ചറിയാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ പോലീസ് സംഘം എന്ന് പറയുന്നത്. ഇവിടെ ബോംബ് സ്ക്വാഡിനെ കൂടി പോലീസ് കൊണ്ടുവന്ന് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തോ കൂടുതൽ കാര്യങ്ങൾ ബോംബ് സ്ക്വാഡ് വരണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന തരത്തിലേക്കല്ല ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല, എല്ലാവരെയും കൊന്ന് ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ട് വീട് തന്നെ കത്തിച്ച് ചാമ്പലാക്കാൻ ഇയാൾ ശ്രമിച്ചുവെങ്കിൽ ആ വീടിനകത്തു നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും കിട്ടുമോ എന്നുള്ളത് ഇയാൾ ഭയക്കുന്നുണ്ട്. അച്ഛൻ റഹീമിന് ആ വീടും വസ്തുവും കിട്ടരുത് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. ഈ അഫാൻ എന്ന് പറയുന്ന കൊടും ക്രിമിനലിന് മാനസികമായ ഒരു പ്രശ്നവുമില്ല. കൊടും ക്രിമിനൽ മാത്രമല്ല, ക്രിമിനൽ മൈൻഡോടുകൂടി പല പ്ലാനിങ്ങും നടത്താൻ കഴിവുള്ള ഒരാൾ കൂടിയാണ് ഈ അഫാൻ. ഒപ്പം കൂടിയതാണ് ഈ ഷെമി എന്ന് പറയുന്ന ഉമ്മ. കാരണം ഈ മകൻ പണം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, മകൻ്റെ രാത്രികാല യാത്രകൾ എവിടെയാണ്, മകനെ ഈ ചുറ്റിക കൊണ്ട് ഈ ആളുകളെ ഉപദ്രവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ആ ഉമ്മ മറക്കുന്നത് എന്താണ് എന്നുള്ള സത്യം പുറത്തു വന്നാൽ മാത്രമേ അഫാൻ ഇതൊക്കെ ചെയ്ത്, കാരണം അഫാൻ എലിവിഷം കഴിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരനല്ല. ഈ സാമ്പത്തികം 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 എന്ന് മാത്രമാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ആരോ ഇയാളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, നാളെ പോലീസ് പിടിച്ചാൽ പോലീസിൽ നീ കീഴടങ്ങാൻ. ഇയാൾ ആരുടെയോ നിർദ്ദേശപ്രകാരമായിരിക്കണം പോലീസിൽ ചെന്ന് കീഴടങ്ങിയത്. കാരണം താൻ തിരിച്ചു വരും എന്നുള്ള വളരെ കൂളായിട്ടുള്ള ഒരു മൈൻഡാണ് ഇയാൾക്ക്. അതുകൊണ്ടാണ് ഇയാൾ 6 മണിക്കൂർ എടുത്ത് ഈ 6 പേരെയും കൊലപ്പെടുത്തിയതിന് ശേഷം കൂളായി ഇയാൾ വരുന്നു. നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ഇയാൾ പ്രവൃത്തിയിലൂടെ ചെയ്തത്. വരുന്നു, ഉമ്മയും കാമുകിയും അനിയനും മരിച്ചു കിടക്കുന്ന വീട്ടിൽ ഇയാൾ കുളിക്കുന്നു, പുതിയ വസ്ത്രം എടുത്തിടുന്നു, പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ പ്ലാൻഡായി ചെയ്ത ഇയാൾക്ക് ഈ മറ്റേതോ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ വന്ന് അന്വേഷിക്കുന്നത്. എന്തായാലും ഷെമി മറയ്ക്കുന്ന സത്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. അത് ഒരുപക്ഷെ കേൾക്കുമ്പോൾ ബാപ്പയായ അബ്ദുൾ റഹ്മാന് എത്രത്തോളം താങ്ങാൻ കഴിയും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. തീർച്ചയായിട്ടും.